സപ്തതി കഴിഞ്ഞ മിച്ചൽ ക്യാമറകൾ മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ഹൈ ഡെഫിനിഷൻ ക്യാമറകൾ വരെ ആനന്ദ് സിനി സർവീസിലുണ്ട്. ഇത് ആരി 2C BV എന്നാണ് ഈ ക്യാമറയുടെ പേര്. ഇത് നമ്മൾ നേരത്തെ കണ്ട മിച്ചൽ ക്യാമറയിൽ നിന്ന് അടുത്ത ജനറേഷൻ ക്യാമറയായിട്ട് വന്നത് ഈ 2C ആണ്. 2C എന്ന അവന പേരിൽ വിളിക്കുന്ന ഈ ക്യാമറയാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ മിച്ചൽ ക്യാമറ എന്ന് പറയുന്ന വലിയ ഹ്യൂജായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റിൽ നിന്ന് നേരെ ഇത്രയും ഹാൻഡി ആയിട്ടുള്ള ഒരു കൊച്ചു സാധനത്തിലേക്ക് വന്നപ്പോൾ സിനിമാറ്റോഗ്രാഫേഴ്സിനുണ്ടായിട്ടുള്ള ഒരു ആശ്വാസം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ ക്യാമറകൾ ഉപയോഗിക്കുന്ന ക്യാമറാമാന്മാർക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഈ ഐ പീസ് മൂവ് ചെയ്യാനേ പറ്റില്ല. ഇത് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ തന്നെ നോക്കണം. മറ്റേത് ഇപ്പോൾ പുതിയ ക്യാമറയ്ക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കാം. അപ്പോൾ ക്യാമറ ഇങ്ങനെ ഇത്ര ഹൈറ്റിലെടുത്താലും ക്യാമറാമാൻ ഐ പീസ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കാം. പക്ഷേ ഇതിൽ ഒരിക്കലും അത് പറ്റില്ല. ഇത്രയും ഹൈറ്റിൽ ക്യാമറ വെച്ചാൽ അത്രയും ഹൈറ്റിൽ ക്യാമറാമാൻ കയറി നിന്നിട്ട് നോക്കണം. അങ്ങനെയുള്ള ചില അസൗകര്യങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര ഹാൻഡിയാണ്, കയ്യിലെടുക്കാം, കയ്യിലെടുത്ത് ഓടാം. ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ എളുപ്പമാണ്, ഹാൻഡ്ലിങ് ഈസി. നേരത്തെ കണ്ട മിച്ചൽ ക്യാമറ ഇങ്ങനെ എടുത്തിട്ട് ഒരു ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വിവരം അറിയും. ഇത് അത്രയും ഹാൻഡിയാണ്. അതായിരുന്നു ഈ ക്യാമറയുടെ ഏറ്റവും വലിയ അട്രാക്ഷനും ആ കാലത്തെ അത്ഭുതവും. ആരി 2C ക്യാമറ ഉണ്ടാക്കിയത് തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ക്യാമറ വേണമെന്നാണ്. കാരണം ഈ ക്യാമറ വന്നിട്ട് മിച്ചൽ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ വലിയ പാടാണ്. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ അതിൻ്റെ ട്രൈപോഡും അതിൻ്റെ ഹെഡും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് എടുത്ത് പൊക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഹെവി ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല അതിന് പവർ സപ്ലൈ എന്ന് പറയുന്നത് കൂടുതലും മെയിൻസിൻ്റെ സപ്ലൈ ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഈ മെയിൻ കറണ്ടുള്ള സ്ഥലത്തെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. 3 ഫേസ് കറണ്ട് വേണം, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാറ്ററിയിലും ഉണ്ട്. നല്ല ബാറ്ററി എന്ന് പറയുന്നത് വലിയ ഹെവി ബാറ്ററീസാണ്, ഹെവി ഡ്യൂട്ടി ബാറ്ററീസാണ്. അപ്പോൾ അതിൻ്റെ അധികം സമയം നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഒരു ക്യാമറ വേണം. പിന്നെ അതുപോലെ തന്നെ ഈ റിഫ്ലക്സ് ക്യാമറ വേണം. കാരണം ഫ്രെയിമിങ് കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഒരു റിഫ്ലക്സ് ക്യാമറ വേണം. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ വേണം, ഹാൻഡി ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തതാണ് ഈ ആരി ക്യാമറ. 1924 കിനാര എന്ന് പറഞ്ഞ ഒരു ക്യാമറയാണ് ഉണ്ടാക്കിയത്. കിനാര എന്ന് പറഞ്ഞ ഒരു 1924 ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് പിന്നീടാണ് 1937 അവർ ഈ ആരി 35 2C ക്യാമറ ഇറക്കിയത്. അപ്പോൾ 2C 2A പിന്നെ 2B 2C എന്ന് മോഡൽസാണ് വന്നത്. ആദ്യം ഇറങ്ങിയത് ആരി 2 മോഡലാണ്. ഷട്ടർ മിറർ ഷട്ടറാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൂടാണ് അധികം റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ഇമേജാണ് നമ്മുടെ വ്യൂ ഫൈൻഡറിൽ കൂടെ കാണുന്നത്. പിന്നെ അതിൻ്റെ മോട്ടർ എന്ന് പറയുന്ന ഒരു ഹാൻഡ് ഗ്രിപ്പ് പോലെ അത് പിടിക്കാവുന്നതാണ്. ഹാൻഡ് ഗ്രിപ്പ് പോലെ അത് പിടിക്കാം. ഒരു കൈ കൊണ്ട് മോട്ടർ പിടിക്കുകയും ചെയ്യാം, ഒരു കൈ കൊണ്ട് അതിൻ്റെ ബോഡി പിടിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വളരെ ലൈറ്റ് വെയ്റ്റ് ചെയ്താണ്. പിന്നെ 3 ലെൻസ് അതിൽ അറ്റ് എ ടൈം ഇടാൻ പറ്റും. അപ്പോൾ 3 ലെൻസ് ടറട്ടുള്ളതിന് നമുക്ക് പെട്ടെന്ന് ലെൻസ് മാറണമെങ്കിൽ അതൊന്ന് ടേൺ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാം. പിന്നെ അത് കാരണം അത് പിന്നീട് വളരെ പോപ്പുലറായി. ന്യൂസ് റീൽ ക്യാമറയ്ക്ക് കവറേജിനൊക്കെ അത് വളരെ പോപ്പുലറായി. മനസ്സിലായി കാണുമല്ലോ, ഇത് ലെൻസ് ഫിക്സ് ചെയ്യുന്ന ഇതാണ്. 3 ലെൻസുകൾ മാറ്റാം. ഏത് ലെൻസ് വേണം അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ സ്ഥലത്ത് ആ ലെൻസ് മാറ്റിയിടാം. സ്കോപ്പിനാണെങ്കിൽ ഒരെണ്ണം മാത്രമേ സ്കോപ്പിൻ്റെ ലെൻസ് ഉള്ളൂ. ബാക്കി 2 എണ്ണം 35mm ലെൻസസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക. ഈ ക്യാമറ പിന്നീട് ആരി 3 ഒക്കെ വന്നപ്പോൾ ആക്ഷൻ സീക്വൻസിനൊക്കെ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്യാമറ അഡീഷണൽ ക്യാമറാസായിട്ടൊക്കെ ഈ ക്യാമറ പോകുമ്പോൾ ഈ കാറിലൊക്കെയുള്ള പാസിങ് കാര്യങ്ങൾക്കൊക്കെ ഗ്രിപ്പിൽ കാറിലൊക്കെ ക്യാമറാമാൻ കയറാതെ തനിയെ ഫിക്സ് ചെയ്ത് വെച്ച് പോകാനൊക്കെ ഈ ക്യാമറ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. നേരത്തെ നമ്മൾ മിച്ചൽ ക്യാമറയിൽ മാഗസിൻ അകം ഓപ്പൺ ചെയ്തിരുന്നു. ഇതിൽ 400 ഫീറ്റിൻ്റെ ഫിലിം 500 ഫീറ്റ് ഫിലിം ഇതിൽ ലോഡ് ചെയ്തിട്ട്
ഇത് ഓപ്പൺ പണുങ്ങ ഇതിനുള്ളിൽ കൂടെ വന്ന് ഈ ഗേറ്റ് കൂടെ വന്ന് ലോക്ക് ചെയ്ത് ഇത് ഇതിനുള്ളിലേക്ക് തന്നെ കയറും. നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ അതേ സിസ്റ്റമാണ്. മറ്റേത് രണ്ടും സെപ്പറേറ്റ് ബോക്സസ് ഇതായിരുന്നു, ക്യാബിൻസ് ആയിരുന്നു. ഇതിപ്പോൾ ഒറ്റ ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ അത് സംഭവിക്കും. അതാണ് ഇതിനെ ഹാൻഡി ആക്കിയ ഒരു ഘടകം. 18 വർഷമായി ശേഖർ ഈ ക്യാമറയുടെ ഒപ്പം ഉണ്ട്. നമുക്ക് രവികുമാറും ശേഖറുമാണ് ഈ ക്യാമറയുടെ എന്താ പറയേണ്ട സൂക്ഷിപ്പുകാരും ഇതിൻ്റെ പരിപാലകരും ഒക്കെ ഇവർ രണ്ടുപേരാണ്. ക്യാമറയുടെ സെക്ഷനിൽ അടുത്ത കുതിപ്പ് എന്താണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം.